Hi friends, welcome back. iPhone ഫാൻസിനെ സംബന്ധിച്ച് iPhone 15 സീരീസ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഫൈനലായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ള ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ലോഞ്ച് ഡേറ്റ്, പ്രൈസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. സോ iPhone 15 സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന iPhone ഫാൻസിനുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഡിസൈനിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ, ഇത് മുമ്പേ നമ്മൾ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൂടാതെയും ചില മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഇതൊക്കെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള വിവരങ്ങളാണ്, എങ്കിലും ട്രസ്റ്റഡ് ആയ സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഏറെക്കുറെ നിങ്ങൾക്ക് ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യാം iPhone 15 സീരീസ് വരുമ്പോൾ. ഡിസൈൻ്റെ ഭാഗത്ത് 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഡ്ജ്, ആ കോർണറൊക്കെ ഷാർപ്പായ കട്ടിങ്ങിന് പകരം, അതായത് മുമ്പത്തെ സീരീസുകളുള്ള ഈ ഷാർപ്പ് കട്ടിങ്ങിന് പകരം ഒരു ഇച്ചിരി കർവ്ഡ് ആയിരിക്കും. അത് ഞാൻ മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു ചേഞ്ചാണ് ഡിസൈനിലുള്ളത്. ഇത് കൂടാതെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ബാക്ക് സൈഡ്, ഈ 13 Pro Max ആയാലും 14 Pro Max ആയാലും ഈ മാക്സ് പ്രോ മോഡലുകൾക്ക് ഫ്രോസ്റ്റഡ്, ഈ ഫിംഗർ പ്രിൻ്റ് ഒന്നും പിടിക്കാത്ത തരത്തിലുള്ള ഒരു ഫിനിഷാണ്. എന്നാൽ നമ്മുടെ ബേസ് മോഡലുകളിൽ ഗ്ലോസി ഫിനിഷ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഫിംഗർ പ്രിൻ്റ് ഒക്കെ പിടിക്കും. ബട്ട് പുതിയ സീരീസ് വരുമ്പോൾ എല്ലാ മോഡലും ബേസ് മോഡലിലടക്കം ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഫിനിഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ആ ഒരു ഫിംഗർ പ്രിൻ്റ് ആവാത്ത ഒരു പ്രീമിയം ഫീലുള്ള ആ ഒരു ടെക്സ്ചർ നമുക്ക് ബാക്ക് പാനലുകളിൽ കിട്ടും. അത് ഒരു പ്രധാന ചേഞ്ചാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ വിവരം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, പ്രോ മാക്സ് മോഡലുകളുടെ ഡിസൈനിൽ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അതായത് ബെസിൽസിന്റെ അളവ് ഇനിയും കുറയ്ക്കും. അങ്ങനെ കുറച്ചുകൂടി ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് iPhone 15 പ്രോ മാക്സ് മോഡലുകളിൽ കിട്ടും. ബേസ് മോഡലുകളല്ല, പ്രോ മാക്സ് മോഡലുകൾ മാത്രമാണ് ഈ ഒരു ചേഞ്ച് പറയുന്നത്. കുറച്ചും കൂടി കൂടിയ ഡിസ്പ്ലേ ഏരിയ, ബെസിൽസ് കുറഞ്ഞുകൊണ്ട്. ഇനി മറ്റൊരു കാര്യം, പ്രോ മാക്സ് ഒക്കെ ടൈറ്റാനിയം ബോഡിയുമായിട്ടാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കില്ല, ടൈറ്റാനിയം ബോഡിയുമായിട്ടായിരിക്കും വരിക. അതുകൂടാതെ ഡൈനാമിക് ഐലൻഡ്, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രോ മോഡലുകളിൽ മാത്രമായിരിക്കില്ല, ബേസ് മോഡലുകളിലും ഈ ഡൈനാമിക് ഐലൻഡിന്റെ ഫീച്ചർ വരും. അതായത് ആ ഒരു നോച്ചിന് പകരം ഡൈനാമിക് ഐലൻഡ് ആയിരിക്കും. ഇത് കൂടാതെ പോർട്സ് ആൻഡ് ബട്ടൺസിന്റെ ഭാഗത്തും, അതും ഡിസൈനിന്റെ മേഖലയിൽ പറയേണ്ടത് കൊണ്ട് അതുകൂടി പറയുകയാണ്, പോർട്സ് ആൻഡ് ബട്ടൺസിന്റെ ഭാഗത്തും മാറ്റമുണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ ഒരു മ്യൂട്ട് സ്വിച്ച് ഉണ്ടല്ലോ, ഇത് മാറ്റി ആക്ഷൻ ബട്ടൺ ആക്കും. ഓക്കെ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പം നോർമലി മ്യൂട്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പലതരത്തിൽ ടോർച്ചിന് വേണ്ടിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാമറ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആക്ഷൻ ബട്ടൺ ആണ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ചേഞ്ച് പോർട്സ് ആൻഡ് ബട്ടൺസിന്റെ കാര്യത്തിൽ. മറ്റൊന്ന് ടൈപ്പ് സി പോർട്ട് വരും. അങ്ങനെ വരുമ്പോൾ സ്പീഡ് കൂടിയ ടൈപ്പ് സി പോർട്ടായിരിക്കും പ്രോ മാക്സിൽ ഉണ്ടാവുക. സോ അത് കൂടിയ സ്പീഡോടുകൂടി കിട്ടും. ലൈറ്റ്നിങ് പോർട്ടിനെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആയിരിക്കും. എന്നാൽ ബേസ് മോഡലുകളിൽ നോർമലായ USB-C പോർട്ടായിരിക്കും. അവിടെ ബെറ്റർ ആയ ഒരു ഫാസ്റ്റർ ആയ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് എക്സ്പെക്ട് ചെയ്യേണ്ട. ഇവിടെ ഒരു കൺഫ്യൂഷൻ കേൾക്കുന്നത്, നമുക്കിപ്പോൾ ഇത് ടൈപ്പ് സി വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള പഴയ ടൈപ്പ് സി, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ടൈപ്പ് സി കണക്ട് ചെയ്ത് ഉപയോഗിക്കാം, ചാർജ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നത്, ഇത് ചിലപ്പോൾ MFI സർട്ടിഫൈഡ് ആയ ടൈപ്പ് സി കേബിൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അതായത് ആപ്പിളിൻ്റെ ഡിവൈസുകളിലേക്ക് നമുക്ക് ആ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കേബിൾ കണക്ട് ചെയ്താൽ ചാർജ് കയറാത്ത ഇഷ്യൂ, ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ കഴിയാത്ത ഇഷ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് എങ്കിലും ഐപാഡിലൊക്കെ ടൈപ്പ് സി ആണ്, ഇതിൽ ഓൾറെഡി ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആപ്പിൾ അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. MFI സർട്ടിഫൈഡ് അല്ലാത്ത കേബിളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈറ്റ്നിംഗ് ബോർഡൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, പലതും വർക്ക് ചെയ്യും. എങ്കിലും പല സമയങ്ങളിലും അവ പണി മുടക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ടൈപ്പ് സി, നോർമലായിട്ടുള്ള ടൈപ്പ് സി വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. സോ ഇങ്ങനെയാണ് ഡിസൈൻ, പോർട്സ് ആൻഡ് ബട്ടൺസിന്റെ ഭാഗത്തുള്ള ചേഞ്ചുകൾ. ക്യാമറയുടെ ഭാഗത്താണ് അടുത്ത ചേഞ്ച് വരുന്നത്. എല്ലാ സെൻസറുകളും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കും. ബേസ് മോഡലുകൾ എസ്പെഷ്യലി സ്റ്റാക്ക് ലെവലുള്ള സോണി സെൻസറും കാര്യങ്ങളും വെച്ചുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ബേസ് മോഡലിൽ തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. മാക്സ് പ്രോ മോഡലുകളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലാർജറായ സെൻസറൊക്കെ വെച്ച് ബെറ്റർ ക്വാളിറ്റിയിൽ വരും. ക്വാളിറ്റികൾക്കപ്പുറം ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് എല്ലാ കാലത്തും അവർ കൊണ്ടുവരാറുണ്ട്. അതിന് പുറമെ 6x ഒപ്റ്റിക്കൽ സൂം പ്രോ മാക്സ് മോഡലിൽ മാത്രമായിട്ട് കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്. മാക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒപ്റ്റിക്കൽ സൂം ഇതിലേക്ക് വരുന്നു എന്നുള്ളത് ഈ ക്യാമറയുടെ ഭാഗത്തുള്ള ഒരു മാറ്റമായിട്ട് പറയാം. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ സെയിം അത് തന്നെയാണ് ഇവിടെ. വേറെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ക്യാമറയുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഡിസൈൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ബെസിൽസ് ഒക്കെ കുറച്ചുകൊണ്ടായിരിക്കും വരിക എന്നുള്ളത്. ഇവിടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഈ പ്രൊമോഷൻ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബേസ് മോഡലിൽ കിട്ടുമോ എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചറും ബേസ് മോഡലുകളിൽ വരില്ല. അത് പ്രോ മോഡലുകളിൽ മാത്രമായിരിക്കും. ഈ പ്രൊമോഷനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബേസിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ നിസ്സാര ബഡ്ജറ്റിലെ ഫോണുകളിൽ ഇവരെ കിട്ടുന്ന ഫീച്ചറാണ്. സോ തീർച്ചയായിട്ടും അത് കൊടുക്കാവുന്നതാണ്. പ്രൊമോഷനും 120 ഹെർട്സ് കൊടുത്തില്ലെങ്കിൽ ഒരു 90 ഹെർട്സ് എങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെയായിരിക്കും ഇത്തവണയും ചെയ്യുക. നമ്മുടെ 14 പ്രോ മാക്സിൽ ഉണ്ടായിരുന്ന ആ പ്രോസസർ എടുത്തിട്ട് 15ന്റെ ബേസ് മോഡലുകൾ, അതായത് നോൺ പ്രോ മോഡലുകളിലേക്ക് വെക്കും. 15 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും പുതിയ A17 3 നാനോമീറ്റർ പ്രോസസ്സിലുള്ള A17 ചിപ്സെറ്റ് ആയിരിക്കും ഉപയോഗിക്കുക.
സോ ലേറ്റസ്റ്റ് ആയ ബെറ്റർ ആയ പെർഫോമൻസ് ഓൾമോസ്റ്റ് 20% ഇമ്പ്രൂവ്മെൻ്റ് ആണ് പെർഫോമൻസിൽ പറയുന്നത്. വലിയൊരു ഹ്യൂജ് ചേഞ്ച് നമുക്ക് കാണാനില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഡേ ടു ഡേ യൂസേജിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രോ മോഡലുകളിൽ 128 GB അല്ല 256 GB തന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കേൾക്കുന്നത്. പെർഫോമൻസ് UI കാര്യങ്ങളൊക്കെ എല്ലാ കാലവും അവർ ബെറ്ററാക്കി കൊണ്ടുവരുന്നുണ്ട്. iOS 17 വെച്ചുകൊണ്ട് 15 സീരീസ് വരുമ്പോൾ ഒരു നല്ല കാര്യം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ബഗ്ഗുകൾ കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി iOS 17 ബെറ്റ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായ ബഗ്ഗൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. സോ സ്റ്റേബിളായ ഒരു ഫോണുകളായിരിക്കും നമ്മുടെ ഒരു സീരീസ് ഓഫ് ഫോണുകളായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. 14 സീരീസിൽ കുറേ ബഗ്ഗുകളൊക്കെ ഉണ്ടായിരുന്നു, അത് 15 സീരീസിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 15 to 20% ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് പറയുന്നത്. സൈസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. 3 nm ടെക്നോളജി ആയതുകൊണ്ട് പ്രോസസ്സറിൻ്റെ ഭാഗത്തുനിന്നും മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ ഭാഗത്തുള്ള ടെക്നോളജിയും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു 15-20% ബാറ്ററി ലൈഫ് കൂടുതൽ നമുക്ക് കിട്ടും. ഓൾറെഡി കിട്ടില്ല ബാറ്ററി ലൈഫാണ് 13 Pro Maxൽ തന്നെ. 14 Pro Max ഇനിയും ബെറ്ററാണ്. 15 വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആകുമെന്നാണ് പറയുന്നത്. ബാറ്ററി ലൈഫ് Pro Max Pro സീരീസുകളെ സംബന്ധിച്ച് വിഷയമായിരിക്കില്ല, അടിപൊളിയായിരിക്കും. എനിക്ക് ആകെ ഈ ചാർജിങ്ങിൻ്റെ ഭാഗത്തൊരു വിഷമം തോന്നിയത് ഇവരുടെ വാച്ച് തന്നെയെങ്കിലും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിലൂടെ ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അത് അത്യാവശ്യമുള്ള കാര്യം. എപ്പോഴും ഈ 2 ചാർജറൊക്കെ കൊണ്ടുനടക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, ടൈപ്പ് സി വരുമ്പോൾ നമുക്ക് കുറേ ആശ്വാസമാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. സോ ഇപ്പോൾ ഇങ്ങനെയാണ് iPhone 15 സീരീസ് വരുമ്പോൾ ഡിസ്പ്ലേ, ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഭാഗങ്ങളിലും വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റ്, പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാം. പ്രൈസിലേക്ക് വരുമ്പോൾ ബേസ് മോഡലുകളിൽ കാര്യമായി വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ബേസ് മോഡൽ $799 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 15 Proയിലേക്ക് വരുമ്പോൾ $1099, Pro Maxലേക്ക് വരുമ്പോൾ $1199 വരിക. ഇത് US പ്രൈസിംഗ് ആണ്. ഇത് നേരെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 1 ലക്ഷത്തിന് നമുക്ക് ഫോൺ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിക്കേണ്ട. 1.5 ലക്ഷം മുട്ടിച്ച് പ്രതീക്ഷിച്ചോളൂ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇനി ഇതിന്റെ ലോഞ്ച് ഡേറ്റ് 12-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 15-ാം തീയതിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും 22-ാം തീയതി ആയിരിക്കുമെന്നും അറിയാൻ കഴിയുന്നു. വാച്ച് 8നെ കുറിച്ച് അറിയാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം, വലിയ കാര്യമായി ഒരു വ്യത്യാസമില്ല, ഇത് തന്നെ വീണ്ടും ഇറക്കുമെന്നാണ് അറിയുന്നത്. സോ അപ്പോൾ അത്രയുമാണ് iPhone 15 സീരീസിൻ്റെ പുതിയ ചേഞ്ചുകളും ലോഞ്ച് ഡേറ്റും പ്രൈസും ഒക്കെ. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.